കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം നമ്മളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൽകിയിരുന്നു. ഇപ്പോൾ ആ പ്രതിസന്ധിയിൽ സർക്കാരിന് വിമർശനവുമായി MK രാഘവൻ MPയും എഴുത്തുകാരൻ UK കുമാരനും രംഗത്തെത്തി. ആരോഗ്യവകുപ്പ് ഉത്തരവാദിത്വം കാണിക്കുന്നില്ലെന്ന് UK കുമാരൻ വിമർശിച്ചു. ഇന്നത്തെ യോഗത്തിൽ പ്രശ്നപരിഹാരമായില്ലെങ്കിൽ തുടർ സമരങ്ങളിലേക്ക് പോകുമെന്ന് MK രാഘവൻ MPയും പറഞ്ഞു. MK രാഘവൻ MP നടത്തിവന്ന ഉപവാസ സമരം അവസാനിപ്പിച്ചു. പ്രശ്നം ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരും. മരുന്ന് ക്ഷാമം പരിഹരിക്കാൻ സർക്കാരിന്റെ ഇടപെടലുണ്ടാകാത്ത പശ്ചാത്തലത്തിലായിരുന്നു MK രാഘവൻ MP 24 മണിക്കൂർ ഉപവാസ സമരം ആരംഭിച്ചത്. എഴുത്തുകാരൻ UK കുമാരൻ നാരങ്ങവെള്ളം നൽകി ഈ സമരം അവസാനിപ്പിച്ചു. ആരോഗ്യവകുപ്പ് കോഴിക്കോടിനെ അവഗണിക്കുകയാണെന്ന് MK രാഘവൻ MP. കോഴിക്കോടിനോട് എന്തിനാണ് ഇത്ര അവഗണന? രോഗികൾ വർദ്ധിച്ചത് കൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടായതെന്ന് പറയുന്ന മന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണ് എന്തിനാണ് 38 ഡോക്ടർമാരെ ഇവിടുന്ന് സ്ഥലമാറ്റം നടത്തിയത്? രോഗികൾക്ക് നീതി ലഭിക്കുന്നില്ലെന്നായിരുന്നു UK കുമാരന്റെ വിമർശനം. ബഹുമാനപ്പെട്ട MP ഇവിടെ ഉപവാസസമരം നടത്താൻ തുടങ്ങിയിട്ട് 24 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു സർക്കാർ പ്രതിനിധി പോലും ഈ സമരത്തെക്കുറിച്ച്, ഈ ഉപവാസത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുവാൻ പോലും തയ്യാറായില്ല എന്നുള്ളതും ഏറെ പ്രബുദ്ധമായ കേരളത്തിൽ ഖേദകരമായ ഒരവസ്ഥയുണ്ടാക്കുന്ന സംഭവമാണ്. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വഴിയിൽ തടയുമെന്നും അദ്ദേഹം പറഞ്ഞു. 9 മാസത്തെ കുടിശ്ശികയായ 90 കോടി രൂപ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ന്യായവില മരുന്നുകടകളിലേക്കുള്ള വിതരണം മരുന്ന് കമ്പനികൾ നിർത്തിയത്. 24 കോഴിക്കോട്.